السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ തദബ്ബുറുൽ ഖുർആന്റെ മറ്റൊരു ഒരുമിച്ച് കൂടലിൽ കൂടി നാം എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ആഴ്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ ചില അധ്യായങ്ങൾ അവതരിക്കുമ്പോൾ നബി തിരുമേനിക്കുണ്ടായ അനുഭവം അത് തദബ്ബുറിന്റെ പശ്ചാത്തലത്തിലായിരുന്നു എന്നും ആ അനുഭവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അതാണ് നാം കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു തുടങ്ങിയത്. ഹൂദ് സൂറത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം, ഹൂദും അതിൻ്റെ സഹോദരിമാരും എന്നെ നിരപ്പിച്ചു കളഞ്ഞു എന്നാണ്. തിരുമേനിയുടെ നിരയെക്കുറിച്ച് നാം പറഞ്ഞു. അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഈ അധ്യായത്തിൻ്റെ ഉള്ളിലേക്ക് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിച്ചെന്ന അനുഭവമായിരുന്നു എന്ന്. അതുകൊണ്ടാണ് നാം അധ്യായത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താൻ തീരുമാനിച്ചത്. നമ്മൾ മനസ്സിലാക്കി, ഈ അധ്യായത്തിൽ അനേകം പ്രവാചകന്മാരുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുകയാണ്. എന്നിട്ട് ഈ ചരിത്രം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാന ഘട്ടം 112, 113 വചനങ്ങളിൽ ആ പ്രവാചകന്മാർ മുഴുവൻ ചെയ്തത് എന്താകുന്നു എന്ന് സൂചിപ്പിച്ച ശേഷം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിച്ചു. ഫസ്തഖിം കമാ ഉമിർത് വമൻ താബ മഅക് വലാ തതഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീറ വലാ തർക്കനൂ ഇലൽ ലദീന ളലമൂ ഫതമസ്സകുമുൻ നാർ വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ സുമ്മ ലാ തുൻസറൂൻ. 3 കാര്യങ്ങളാണ് ഇവിടെ അല്ലാഹു തആല ഈ ചരിത്രങ്ങൾ വിശദീകരിച്ച ശേഷം, പ്രവാചകന്മാരുടെ അനുഭവങ്ങൾ വിശദീകരിച്ച ശേഷം പറയുന്നത്. ആ 3 അടിസ്ഥാന തത്വങ്ങളിലേക്ക് എത്തുക എന്നതാണ് ഇവിടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് തിരുമേനിയെ നിരപ്പിച്ച് കളഞ്ഞതും. ഇവിടെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നാം ഇതിലെ ഒന്നാമത്തെ ചരിത്രമായ നൂഹ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു. അവസാനം അള്ളാഹു ഈ സൂറത്തിലെ 49-ാമത്തെ വചനം അവസാനിപ്പിച്ചത് നൂഹ് നബിക്കുള്ള വ്യക്തമായ ഒരു ഉപദേശത്തോടു കൂടിയായിരുന്നു. ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ എന്ന്. ഇനി നോക്കൂ, രണ്ടാമത്തെ കഥയായി അല്ലാഹു തആല ഇവിടെ വിശദീകരിക്കുന്നത് ഹൂദ് അലൈഹിസ്സലാമിൻ്റെ സംഭവമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ അധ്യായത്തിൻ്റെ പേര് തന്നെ ഹൂദ് എന്നാണ്. ഹൂദ് എന്ന് അത് യഥാർത്ഥത്തിൽ ഹൂദ് അലൈഹിസ്സലാം തൻ്റെ പ്രബോധന ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ത്യാഗോജ്വലമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ അധ്യായത്തിന് ഹൂദ് എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത്. നോക്കൂ, സൂറത്ത് ഹൂദ് എല്ലാവരുടെ കയ്യിലും മുസ്ഹഫ് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സൂറത്ത് ഹൂദിലെ 50-ാമത്തെ വചനം മുതൽ ആരംഭിക്കുന്നത് ഹൂദ് അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള സംഭവമാണ്. നമ്മളത് മുഴുവൻ നമുക്ക് വായിച്ചു പോകാൻ സമയമില്ല. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വഇലാ ആദിൻ അഖാഹും ഹൂദ. ആദ് സമൂഹത്തിലേക്ക് അവരുടെ തന്നെ സഹോദരനായ ഹൂദിനെ നാം നിയമിച്ചു എന്നാണ്. ആയതായിരുന്നു ഹൂദ് അലൈഹിസ്സലാം നിയമിക്കപ്പെട്ട സമൂഹമെന്ന് ഹൂദ് അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ നാം വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഹൂദ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രബോധനം, സാധാരണ പ്രവാചകന്മാരുടെ പ്രബോധനം
പ്രബോധന വിഷയങ്ങളാകാറുള്ള എല്ലാം ഇവിടെ വിഷയങ്ങളായി. എന്നിട്ട് അല്ലാഹു തആല വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇവിടെ എടുത്തു പറയുകയാണ്. നമുക്കറിയാം ഹൂദ് അലൈഹിസ്സലാമിന്റെ സമൂഹം ആരായിരുന്നു എന്ന്. അവരാണ് ലോകത്ത് ആദ്യമായി ചോദിച്ചത് മൻ അശദ്ദു മിന്നാ ഖുവ്വ എന്ന ചോദ്യം ചോദിച്ചത്. സൂറത്ത് ഫുസ്സിലത്തിൽ ഇത് കാണാം. സൂറത്ത് ഫുസ്സിലത്തിലെ 15-ാമത്തെ വചനം ഈ സമൂഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തിയുള്ളവർ ഇവിടെ ആരാകുന്നു എന്ന്. അള്ളാഹു മറുപടി പറയുന്നുണ്ട്, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവർക്കറിയില്ലേ അവരെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹു അവരെക്കാൾ ശക്തിയുള്ളവനാണ് എന്നവർക്ക് അറിയുകയില്ലേ എന്ന്. നോക്കൂ, ലോകത്താദ്യമായി ഇത്തരം ഒരു ചോദ്യം ചോദിച്ച വിഭാഗം ഇവരായിരുന്നു. ഹൂദ് അലൈഹിസ്സലാമിന്റെ സമൂഹമായിരുന്നു ഹൂദ് അലൈഹിസ്സലാമിന്റെ മുഖത്ത് നോക്കി ചോദിച്ചത് മൻ അശദ്ദു മിന്നാ ഖുവ്വ. അതുകൊണ്ട് തന്നെ ഹൂദ് അലൈഹിസ്സലാം അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ആ സമൂഹത്തിന്റെ പാരുഷ്യം അനുഭവിക്കാൻ. അവരുടെ വെറുപ്പ്, വിദ്വേഷം എത്ര ശക്തമായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ അവർ അവഗണിച്ചു, നിസ്സാരപ്പെടുത്തി. വളരെ മോശമായി അദ്ദേഹത്തിനെതിരിൽ പലതരത്തിലുള്ള വാചകങ്ങളും വാക്കുകളും പ്രയോഗിച്ചു. അവർ അദ്ദേഹത്തിന്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ചു. ഇങ്ങനെ ഒരു പ്രവാചകൻ കേൾക്കാൻ പാടില്ലാത്തതും ഒരു പ്രവാചകൻ യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ പാടില്ലാത്തതുമായ കടുപ്പമുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് അദ്ദേഹം അനുഭവിച്ചത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഹൂദിലെ തന്നെ 54 മുതൽ 57 വരെയുള്ള വചനങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു പരതി നോക്കാം, വായിച്ചു നോക്കാം. അത് വല്ലാത്ത സംഗതിയാണ്. വളരെ സ്നേഹത്തോടു കൂടിയാണ് ഹൂദ് അലൈഹിസ്സലാം അവരോട് സംസാരിക്കുന്നത്. അത് നമുക്ക് ശരിക്കും കാണാം. 52-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. അദ്ദേഹം സ്നേഹത്തോടു കൂടിയാ പറയുന്നത്, എന്റെ സമുദായമേ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്ത്, എന്നിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങ്. നിങ്ങൾക്ക് യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ നിങ്ങളാണ് ഏറ്റവും പവർഫുൾ എന്ന്. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ശക്തിയേക്കാൾ അതിശക്തമായ ശക്തി നൽകും എന്നൊക്കെ സ്നേഹത്തോടു കൂടിയാണ് ഹൂദ് അലൈഹിസ്സലാം അവരോട് പറയുന്നത്. പക്ഷേ അവരുടെ മറുപടി വല്ലാത്ത അത്ഭുതമുള്ളതായിരുന്നു. അവർ പച്ചയായി പറഞ്ഞു, യാ ഹൂദ് മാ ജിഅ്തനാ ബിബയ്യിന വമാ നഹ്നു ബിതാരികി ആലിഹത്തിനാ അൻ ഖൗലിക് വമാ നഹ്നു ലക ബിമുഅ്മിനീൻ. അവർ പറഞ്ഞു, അല്ലയോ ഹൂദേ, നീ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് നീ പറഞ്ഞതിനാൽ മാത്രം ഞങ്ങൾ ഞങ്ങളുടെ ആലിഹത്തുകളെ, ദൈവങ്ങളെ വിട്ടുകളയുന്നതല്ല. വമാ നഹ്നു ലക ബിമുഅ്മിനീൻ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ട് ഇനി പറയുന്ന വാചകം ഭയങ്കര കടുപ്പമുള്ളതാണ്. ഇൻ നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹത്തിനാ ബിസൂ, ഞങ്ങളുടെ ദൈവങ്ങളിൽ ഒരാൾ നിനക്കെന്തോ ദോഷബാധ ഉളവാക്കിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവർ പറയാണ് ഹൂദ് അലൈഹിസ്സലാമിനോട്, ഞങ്ങളുടെ ദൈവങ്ങളിൽ ഒരു ദൈവം നിനക്ക് എന്തോ ദോഷബാധ ഉണ്ടാക്കിയിരിക്കുന്നു, ആ ദോഷബാധ കാരണമായാണ് നീ ഇങ്ങനെ പിച്ചും പേയും പറയുന്നത് എന്ന്. നോക്കൂ, നിങ്ങൾ ഒരു നബിയെ കുറിച്ചാണ് അവർ പറയുന്നത്. അവർ ദൈവങ്ങളാണെന്ന് സങ്കല്പിച്ചു വെച്ചിട്ടുള്ള ഇവകൾ ഒരു പ്രവാചകനെ ദ്രോഹിക്കും എന്നാണ് ഇവരുടെ ധാരണ. ഖാല, അപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട്. ഹൂദ് അലൈഹിസ്സലാം, ഇന്നി ഉഷ്ഹിദുല്ലാഹ് വഷ്ഹദു അന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധവുമില്ല എന്നതിന് ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തുന്നു, നിങ്ങളും അതിന് സാക്ഷികളാവുക. ഇന്നി ഉഷ്ഹിദുല്ലാഹ്, ഇതാ ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തുന്നു. വഷ്ഹദു, നിങ്ങളും സാക്ഷിയാവുക. എന്തിന്? അന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധവുമില്ല. നിങ്ങൾ എനിക്കെന്തെങ്കിലും പറ്റും എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് എന്നെ ഒറ്റക്കാക്കി എന്നെ മൂലക്കാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എനിക്കതുമായി ഒരു ബന്ധവുമില്ല എന്നതിന് അള്ളാഹു സാക്ഷിയാണ്, നിങ്ങൾക്കും അതിന് സാക്ഷിയാവാം എന്നാണ് ഹൂദ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞത്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, മിൻ ദൂനിഹി ഫകീദൂനി ജമീഅൻ സുമ്മ ലാ തുൻദിറൂൻ. ഇവരുടെ ശല്യം സഹിക്കവയ്യാതായപ്പോൾ
അദ്ദേഹം പറഞ്ഞു മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ, ഫകീദൂനി ജമീഅൻ സുമ്മ ലാ തുൻദിറൂൻ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി എനിക്കെതിരിൽ തന്ത്രം പ്രയോഗിച്ചു കൊള്ളുക. അള്ളാഹു അല്ല, നിങ്ങളെല്ലാവരും കൂടി എനിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചു കൊള്ളുക. സുമ്മ ലാ തുൻദിറൂൻ, നിങ്ങൾ എനിക്ക് ഒരു ഇട തരികയും വേണ്ട, എനിക്കൊരു അവസരം തരണ്ട, എനിക്കൊരു സന്ദർഭം തരണ്ട, എനിക്കൊരു സാവകാശം തരണ്ട. നിങ്ങൾ കുതന്ത്രം പ്രയോഗിച്ചു കൊള്ളുക, എനിക്കൊരു ചുക്കും സംഭവിക്കുകയില്ല. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, വല്ലാത്ത വാക്കാണത്. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൽ ഞാനിതാ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാനിതാ തവക്കുൽ ചെയ്തിരിക്കുന്നു, ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ, ഒരു ജന്തുവും അവൻ അതിന്റെ നെറുകയിൽ പിടിക്കുന്നതായില്ല എന്ന് പറഞ്ഞാൽ, ഒരു ജന്തുവും ഭൂമിയിൽ ഇഴഞ്ഞു നടക്കുന്ന ഒരു ജന്തുവിന്റെയും നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലല്ലാതെ മറ്റാരുടെ കയ്യിലുമല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഭയപ്പെടുന്ന പ്രശ്നമില്ല. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, നിശ്ചയമായും എന്റെ രക്ഷിതാവ് സിറാത്തുൻ മുസ്തഖീമിലാണ്, നേരായ പാതയിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ എന്തുമാത്രം ശക്തമാണ് ഈ വാചകമെന്ന്. فإن تولوا فقد أبلغتكم ما أرسلت به إليكم ويستخلف ربي قوما غيركم ولا تضرونه شيئا إن ربي على كل شيء حفيظ. അദ്ദേഹം പറഞ്ഞു فإن تولوا فقد أبلغتكم ما أرسلت به إليكم, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിങ്ങൾ പോയിക്കോ, എനിക്ക് വിരോധമല്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കപ്പെട്ടത് എന്തൊരു കാര്യവുമായിട്ടാണോ അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, എന്നെ അയച്ചത് എന്തിനാണോ ആ കാര്യം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. വയസ്തഖ്ലിഫു റബ്ബി ഖൗമൻ ഗൈറക്കും, അല്ലാത്ത വാക്കാട്ടോ. വയസ്തഖ്ലിഫു റബ്ബി ഖൗമൻ ഗൈറക്കും, എന്റെ റബ്ബ് നിങ്ങളല്ലാത്ത ഒരു ജനതയെ ഇവിടെ പകരം കൊണ്ടുവരും. വലാ തദുറൂനഹു ശൈആ, അവന് യാതൊരു ഉപദ്രവവും വരുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, എന്റെ റബ്ബ് നിശ്ചയമായും എല്ലാ കാര്യവും സംരക്ഷിച്ചു പോരുന്നവനാകുന്നു എന്ന അതിശക്തമായ വാചകമാണ് ഹൂദ് അലൈഹിസ്സലാം അവരെ പറഞ്ഞു പഠിപ്പിച്ചത്. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. സൂറത്ത് ഹൂദിലെ 54 മുതൽ 57 വരെയുള്ള വചനങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ഈ പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ, നമുക്കറിയാം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ശത്രുക്കളായി കാണുന്നവർ ഈ രൂപത്തിലാണ് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ നമുക്ക് പറയാൻ സാധിക്കേണ്ടത് ഈ ഹൂദ് അലൈഹിസ്സലാം പറഞ്ഞ വാചകമാണ്, ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, ഞാനിതാ നിങ്ങളുടെയും എന്റെയും റബ്ബിൽ ഞാനിതാ തവക്കുൽ ചെയ്തിരിക്കുന്നു. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ, ഒരു ഇഴജന്തു ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതിന്റെ നിയന്ത്രണം എന്റെ റബ്ബിന്റെ കയ്യിലാണ്. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ റബ്ബ് എന്നെ കൊണ്ടുപോകുന്നത് സിറാത്തുൻ മുസ്തഖീമിലേക്ക് തന്നെയാകുന്നു എന്ന ശക്തമായ ദൃഢമായ വിശ്വാസം. ഈ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം സഹോദരന്മാരെ. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടണം എന്ന ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കാനുള്ള കാരണം. തുടർന്ന് അങ്ങോട്ട് വീണ്ടും പ്രവാചകന്മാരുടെ ചരിത്രം പറയുകയാണ്. ഇനി അടുത്തത് സാലിഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാം 61-ാമത്തെ വചനം മുതൽ വഇലാ സമൂദ അഖാഹും സാലിഹ എന്ന് പറഞ്ഞ് സാലിഹ് സമൂഹത്തിന്റെ, സാലിഹ് അലൈഹിസ്സലാമിന്റെ കഥ പറയുകയാണ്. സാലിഹ് അലൈഹിസ്സലാമിനെ സമൂദ് ഗോത്രത്തിലേക്കാണ് നിയോഗിച്ചിരുന്നത്. ആ ചരിത്രം നാം മനസ്സിലാക്കിയതാണ്, ഞാനിത് വിശദീകരിക്കുന്നില്ല. ഇവിടെ സാലിഹ് അലൈഹിസ്സലാം വളരെ സ്നേഹത്തോടുകൂടി അവരോട് പറയുന്നു, എന്താണോ ഹൂദ് നബി പറഞ്ഞത് അതേ വാചകം, ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബു ഇലൈഹി ഇന്ന റബ്ബി ഖരീബും മുജീബ്. സാരല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റി അല്ലേ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക, നിങ്ങൾ പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുക, നിശ്ചയമായും എന്റെ റബ്ബ് സമീപസ്ഥനാണ്, ഉത്തരം നൽകുന്നവനാണ്, നിങ്ങൾ ബേജാറാകരുത് എന്ന് വളരെ കൃത്യമായി തന്റെ സമൂഹത്തോട്
സാലിഹ് അലൈഹിസ്സലാം പറഞ്ഞു. പക്ഷേ നമുക്കറിയാം അവരെന്താണ് ചെയ്തത് എന്ന്. സാലിഹ് ഇസ്ലാമിന്റെ ആയത്തിനെ, അടയാളത്തെ, അള്ളാഹു പ്രത്യേകമായി നിയോഗിച്ച ആ ഒട്ടകത്തെ അവർ അറുത്തു കളഞ്ഞു. അറുക്കരുതെന്ന് പറഞ്ഞ ഒട്ടകത്തെ അവർ അറുത്തു കളഞ്ഞു. അതികഠിനമായ ശിക്ഷ അവർക്ക് നൽകി. നോക്കൂ, 66-ാമത്തെ വചനത്തിലെ അവസാന വാചകം, ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ്. ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു തആല അതാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ പഠിപ്പിക്കുന്നത്. നിശ്ചയമായും നിന്റെ റബ്ബ് അവനാണ് ശക്തിയുള്ളവൻ, അവനാണ് പ്രതാപമുള്ളവൻ. അവന്റെ ശക്തിയെയോ പ്രതാപത്തെയോ വെല്ലാൻ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വന്ന കടുപ്പമുള്ള ശിക്ഷയെക്കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞു വെച്ചത്. നോക്കൂ, അവിടെ അങ്ങനെയുള്ള ഒരു സമൂഹം ജീവിച്ചിരുന്നില്ല എന്ന് വരാവുന്ന രീതിയിൽ, എന്ന് തോന്നാവുന്ന രീതിയിൽ മുച്ചൂടും ആ സമൂഹത്തെ നശിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ ഇടക്ക് കടന്നു പോകുന്നുണ്ട്. ഈ യഥാർത്ഥത്തിൽ ഈ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസം തോന്നും. കാരണം പ്രവാചകന്മാർ മുഴുവൻ അനുഭവിച്ച അവസ്ഥ ഇതായിരുന്നു എന്ന്. തുടർന്ന് പറയുന്നത് ലൂത്ത് അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ കഥ പറഞ്ഞിട്ട് ലൂത്ത് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു. നമുക്കറിയാം, ലോകത്ത് അതുവരെ കേട്ട് കേൾവിയില്ലാത്ത തരത്തിലുള്ള വളരെ മോശമായ ഒരു ചുറ്റുപാടിലായിരുന്നു ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം ഉണ്ടായിരുന്നത്. ഏറ്റവും മോശമായ ഒരു ഏർപ്പാട്. നമുക്കറിയാം ഏർപ്പാട് എന്താണ് എന്ന്, എത്ര മോശമായിരുന്നു അത് എന്ന്. വളരെ കണിശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നിയോഗിച്ച് അവരെ ആ ഒരു ദുർമാർഗത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി. പക്ഷെ നമുക്കറിയാം അവസാനം എന്താണ് സംഭവിച്ചത് എന്ന്. അത് അവർ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, കേട്ടില്ലെന്ന് മാത്രമല്ല, വളരെ മോശമായ രൂപത്തിൽ ലൂത്ത് അലൈഹി ഇസ്ലാമിനെയും സമൂഹത്തെയും അവർ പരിഹസിച്ചു, കളിയാക്കി. ലൂത്ത് അലൈഹി ഇസ്ലാം കുടുങ്ങി, വല്ലാത്ത പ്രയാസം അദ്ദേഹം അനുഭവിച്ചു. ആ പ്രയാസം, ബുദ്ധിമുട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന അതിഥികളെ പോലും വിടാതെ ഇവരുടെ കാമപൂർത്തീകരണത്തിന് വേണ്ടി അവർ വിനിയോഗിക്കുന്ന അവസ്ഥ വന്നു. അപ്പോ അദ്ദേഹം പ്രയാസപ്പെട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട് സൂറത്ത് ഹൂദിലെ 80-ാമത്തെ വചനം. ഖാല ലൗ അന്ന ലീ ബികും ഖുവതൻ ഔ ആവി ഇലാ റുക്നിൻ ശദീദ്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് നിങ്ങളെ തടയാൻ ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ശക്തനായ ഒരു സഹായിയെ എനിക്ക് ആശ്രയിക്കാൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് സങ്കടത്തോടുകൂടി ലൂത്ത് അലൈഹിസ്സലാം പറയുന്ന ഒരവസ്ഥയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ പരിഹാരം ഉണ്ടാക്കുകയും അവരിലേക്ക് മലക്കുകളെ നിയോഗിക്കുകയും ആ മലക്കുകൾ കടുപ്പമുള്ള ശിക്ഷ, ആ ശിക്ഷയെക്കുറിച്ചുള്ള വിവരം ലൂത്ത് അലൈഹിസ്സലാമിനെ വന്നറിയിക്കുകയും, ചരിത്രം പറയുന്നത് പോലെ സൂറത്ത് ഹൂദിലെ 82-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ, ഫലമ്മാ ജാഅ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹാ ഹിജാറതൻ മിൻ സിജ്ജീലിൻ മൻളൂദ്. അങ്ങനെ നമ്മുടെ കൽപ്പന, ശിക്ഷക്കുള്ള കൽപ്പന വന്നപ്പോൾ ആ രാജ്യത്തെ നാം കീഴ്മേൽ മറിക്കുകയും അട്ടിയട്ടിയായി ചൂള വെച്ച ഇഷ്ടികക്കല്ലുകൾ നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു. വല്ലാത്തൊരവസ്ഥയാണ് അത്. ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ കഥ കഴിഞ്ഞു. തുടർന്ന് അല്ലാഹു തആല സൂറത്ത് ഹൂദിലൂടെ തിരുമേനിയെ പഠിപ്പിക്കുന്നത് ശുഐബ് അലൈഹി ഇസ്ലാമിന്റെ കഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 84-ാമത്തെ വചനം മുതൽ വഇലാ മദിയന അഖാഹും ശുഐബൻ എന്ന് പറഞ്ഞുകൊണ്ട് ശുഐബ് അലൈഹി ഇസ്ലാമിന്റെ കഥ പറയുന്നു. ശുഐബ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം സാമ്പത്തിക രംഗത്ത് ഏറ്റവും കൂടുതൽ കൃത്രിമം കാണിച്ച സമൂഹമായിരുന്നു. അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച ഒരു സമൂഹം. എന്തൊക്കെ പറഞ്ഞിട്ടും അവരത് കൃത്യമായി നടപ്പാക്കാൻ ശ്രമിച്ചില്ല. ഒരുപാട് സംഗതികൾ, ഒരുപാട് രീതിയിൽ അവരെ ഗുണദോഷിച്ചു നോക്കി. പക്ഷേ അവിടെയൊക്കെ പരാജയപ്പെട്ടു. അവസാനം അവർ ശുഐബ് അലൈഹി ഇസ്ലാമിനെയും ശുഐബ് അലൈഹി ഇസ്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇബാദത്തുകളെയും അള്ളാഹുവിനെയും വിശ്വാസികളെയും ഒക്കെ പരിഹസിച്ചു. വല്ലാത്ത പരിഹാസം. അവസാനം സങ്കടം സഹിക്കവയ്യാതെ 88-ാമത്തെ വചനം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഏതൊരു മനുഷ്യനും ഇത്തരത്തിലുള്ള അവസ്ഥ വരും. ആ അവസ്ഥ വരുമ്പോൾ അവരൊക്കെ പറയാൻ ഏൽപ്പിക്കപ്പെട്ട വാചകം ഇതാണ്: ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അവരോട് പറഞ്ഞു,
ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത്. എന്റെ കഴിവിന്റെ പരമാവധി നന്മ ചെയ്യാൻ മാത്രമാണ്, നന്മ വരുത്താൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്, മറ്റൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അല്ലാഹു മുഖേന മാത്രമാണ് എനിക്കതിന് തൗഫീഖ് ഉണ്ടാവുക. അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ആ അല്ലാഹുവിലേക്ക് ഞാൻ ഇതാ പരമേൽപ്പിച്ചിരിക്കുന്നു, താഴ്മയോടുകൂടി മടങ്ങുന്നു എന്ന് അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു. ഇങ്ങനെ സഹോദരന്മാരെ, ശുഐബ് അലൈഹിസ്സലാമിന്റെ സമൂഹവും വളരെ പ്രയാസകരമായ രീതിയിൽ ഈ ലോകത്ത് നിന്ന് മുച്ചൂടും നശിപ്പിക്കപ്പെട്ട അവസ്ഥ വന്നു. ചരിത്രം നമുക്കറിയാം. 94-ാമത്തെ വചനത്തിൽ അള്ളാഹു അത് പറയുന്നുണ്ട്. അല്ലാത്തൊരു വാക്കാണത്. അവരെ ആ ആക്രമണം ചെയ്ത സമൂഹത്തെ ഒരു ഘോര ശബ്ദം പിടികൂടി. അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ തങ്ങളുടെ പാർപ്പിടങ്ങളിൽ കമിഴ്ന്ന് വീണ് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഒരു സമൂഹം അവിടെ താമസിച്ചിട്ടില്ലാത്ത പോലെ ആ സ്ഥലം ശൂന്യമായി. അതായിരുന്നു അവരുടെ കഥ. ശുഐബ് അലൈഹിസ്സലാമിന്റെ കഥ കഴിഞ്ഞ ശേഷം അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ തങ്ങളോട് പറയുന്നത് മൂസാ നബിയുടെ കഥയാണ്. 96-ാമത്തെ വചനം മുതൽ വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ വസുൽത്താനിൻ മുബീൻ എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബിയുടെ കഥ പറയുന്നു. മൂസാ നബിയെ അയച്ച ഫറോവയുടെ കഥ പറയുന്നു. ഫറോവയുടെയും മൂസാ നബിയുടെയും ഇടയ്ക്ക് നടന്ന ഒരുപാട് സംഭവങ്ങൾ പറയുന്നു. നമുക്കറിയാം, വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം കടുപ്പമുള്ള പീഡനങ്ങളും പ്രതിസന്ധികളുമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. പക്ഷേ ഒരു തരത്തിലും കുലുങ്ങിയില്ല മൂസാ അലൈഹിസ്സലാം. മൂസാ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ നാം ഒരുപാട് പോയിട്ടുണ്ട്. അവിടെയൊക്കെ നാം അദ്ദേഹത്തിൽ കണ്ടത് ശക്തിയുള്ള തവക്കുലിന്റെ വികാരമായിരുന്നു. തവക്കുലിന്റെ ശക്തി പലപ്പോഴും പരിശോധിക്കപ്പെടും സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് തവണ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. തിരുമേനി മാത്രമല്ല, പ്രവാചകന്മാരഖിലം പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ അതിൽ വിജയിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ സംഭവവും യഥാർത്ഥത്തിൽ അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. 102-ാമത്തെ വചനം, വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമ ഇന്ന അഖ്ദഹു അലീമുൻ ശദീദ്. വിവിധ രാജ്യക്കാർ അക്രമികളായിരിക്കെ അവരെ പിടികൂടി ശിക്ഷിക്കുമ്പോൾ നിന്റെ രക്ഷിതാവിന്റെ പിടുത്തം ഇങ്ങനെയായിരിക്കും. എങ്ങനെയാണോ ഇപ്പോൾ ഫറോവയെ പിടിച്ചത് അങ്ങനെയായിരിക്കും. തീർച്ചയായും അള്ളാഹുവിന്റെ പിടുത്തം വേദനയേറിയതും കഠിനമായതുമാണ്. അലീമുൻ ശദീദ് എന്നാണ്. ഇതൊക്കെ ഈ ശിക്ഷകളുടെ കഥ മുഴുവൻ പറഞ്ഞു നിന്നിട്ട് 103-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഇന്ന ഫീ ദാലിക ലആയതൻ ലിമൻ ഖാഫ അദാബൽ ആഖിറ. പരലോക ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് നിശ്ചയമായും ഈ നടന്ന സംഭവങ്ങളിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. എന്താണ് ദൃഷ്ടാന്തം? ആരും രക്ഷപ്പെടുകയില്ല. എത്ര ശക്തവാനാണെന്ന് പറഞ്ഞാലും രക്ഷപ്പെടുകയില്ല. വമാ നുഅഖിറുഹു ഇല്ലാ ലിഅജലിൻ മഅദൂദ്. നിർണിതമായ ഒരു അവധി വരെ മാത്രമാണ് നാം അവരെ നീട്ടിവെക്കുക എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. എന്നിട്ട് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള കൃത്യമായ വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അവിടെ അവസാനിക്കുകയാണ്. എന്തിനായിരുന്നു ഇത്രയും പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുത്തത് എന്തിനായിരുന്നു? ഒരു കഥ കേൾക്കാനല്ല, മറിച്ച് വളരെ കൃത്യമായി ഒരു കാര്യം പറയാൻ. അതാണ് 111-ാമത്തെ വചനം, വ ഇന്ന കുല്ലൻ ലമ്മാ ലയുവഫിയന്നഹും റബ്ബുക അഅമാലഹും ഇന്നഹു ബിമാ യഅമലൂന ഖബീർ. തീർച്ചയായും അവരിൽ ഓരോ വിഭാഗത്തിനും നിന്റെ റബ്ബ് അവരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം പൂർണ്ണമായി നൽകുക തന്നെ ചെയ്യും. ഓരോ വിഭാഗത്തിനും എന്ന് പറഞ്ഞാൽ നൂഹ് അലൈഹിസ്സലാം മുതൽ മൂസ അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാരുടെ സമൂഹത്തിന്റെ ചരിത്രം വളരെ കൃത്യമായി വിശദീകരിച്ച ശേഷമാണ് ഇത് പറയുന്നത്. എന്നിട്ട് അല്ലാഹു ഉറക്കെ പറയുന്നു, ഇന്നഹു ബിമാ യഅമലൂന ഖബീർ. നിശ്ചയമായും അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ആ ബോധം ഇവർക്കുണ്ടാകണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വ്യക്തിപരമായി പറയുന്നു. അതുകൊണ്ട് 112-ഉം 113-ഉം വചനം, ഈ 112-ഉം 113-ഉം വചനത്തിലൂടെ മുഹമ്മദ് മുസ്തഫ തങ്ങളെ സമാധാനിപ്പിക്കുവാൻ, ഈ ഒരു തിയറി പറഞ്ഞു കൊടുക്കാൻ, ഈ നിയമമാണ് മുസ്ലിം ചരിത്രം എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. മുസ്ലിമിന്റെ ചരിത്രം ഇതാണ്. എന്താണ് 112-ാമത്തെ വചനം?
ഫസ്തഖിം കമാ ഉമിർത് വമൻ താബ മഅക്. മുഹമ്മദ് നബി, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലും ശരി, ആകെ കുലുങ്ങിയാലും ശരി, സമൂഹം മുഴുവൻ നിങ്ങളെ എതിർത്താലും ശരി, ഭരണചക്രം ശക്തമായി നിങ്ങളെ ഉപദ്രവിച്ചാലും ശരി, എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും നിങ്ങൾക്കെതിരായാലും ശരി, ഫസ്തഖിം കമാ ഉമിർത്, കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ നിലകൊള്ളണം, നീതിപൂർവം നിങ്ങൾ നിലകൊള്ളണം. നിങ്ങൾ മാത്രമല്ല, വമൻ താബ മഅക്, നിങ്ങളോടൊപ്പം അള്ളാഹുവിനെ ഉദ്ദേശിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങി വന്നവരും ഫസ്തഖിം, ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കണം. പതറിപ്പോകരുത്, പേടിച്ചു പോകരുത്, വഴിവിട്ടു പോകരുത്. ഒന്ന്. രണ്ടാമത്തേത്, വലാ തതഗൗ, ഒരിക്കലും അതിരുവിട്ട് നിങ്ങൾ പ്രവർത്തിക്കരുത്. അതിരുവിടാൻ നിങ്ങൾക്ക് അവകാശമില്ല. അതിരുവിടരുത്. നമുക്ക് ചില അതിരുകളുണ്ട്, ആ അതിരുകളിൽ നിന്ന് വേണം പ്രവർത്തിക്കാൻ. അതാണ് രണ്ടാമത്തെ കാര്യം. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ബേജാറാകാൻ പാടില്ല. കാരണം അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നുണ്ട്. നിങ്ങൾ ബേജാറാകരുത്. മൂന്നാമതായി അല്ലാഹു തആല മുഹമ്മദ് നബിയെ പഠിപ്പിക്കുന്നു, വലാ തർക്കനു ഇലല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവരുടെ പക്ഷത്തേക്ക് നിങ്ങൾ ചായരുത്, അവരുമായി ഒരിക്കലും രാജിയാകരുത്. ഇതാണ് മൂന്നാമത്തെ പാഠം. അങ്ങനെ രാജിയായാൽ നിങ്ങൾക്ക് സംഭവിക്കുക, നിങ്ങൾ പോകേണ്ടി വരിക, ഫതമസ്സകുമുന്നാർ, നരകം നിങ്ങളെ പിടികൂടും കേട്ടോ. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ സുമ്മ ലാ തുൻസറൂൻ, അല്ലാഹുവിന് പുറമെ ആരെങ്കിലും നിങ്ങളെ രക്ഷിക്കുമെന്ന ചിന്ത നിങ്ങൾക്ക് വരരുത്. ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് രാജിയാകുന്നവരാണ് മഹാഭൂരിപക്ഷവും. പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയാതെ വരും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരുടെ പക്ഷത്തേക്ക് മാറുന്ന ഒരു കഥയാണ് മതപരമായും രാഷ്ട്രീയപരമായും ഇന്ന് ലോകം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് സമൂഹത്തിന്റെ കഥയെങ്കിൽ പ്രവാചകനെ പഠിപ്പിക്കുന്നു, പാടില്ല. വലാ തർക്കനു ഇലല്ലദീന ളലമു, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ, അല്ലാഹു അല്ലാതെ ഒരു രക്ഷകൻ നിങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും കൊടിയോ ഏതെങ്കിലും നേതാവോ നിങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ എതിർത്തുകൊണ്ടുള്ള ഒരു രാജിക്കും നിങ്ങൾ സന്നദ്ധമാകരുത്. അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചാൽ, നിങ്ങൾ അപ്രകാരം രാജിയായാൽ, പിന്നീട് നിങ്ങൾ സഹായിക്കപ്പെടുന്നതേ അല്ല. ശ്രദ്ധിക്കണം സഹോദരന്മാരെ, നമ്മുടെ മനസ്സിന്റെ ഒരു മൂലയിൽ പോലും അള്ളാഹുവിന്റെ സിദ്ധാന്തങ്ങളെ കാറ്റിൽ പറത്തുന്നവരോട് രാജിയാകുന്ന പ്രശ്നമേ ഉണ്ടാകാൻ പാടില്ല. കാരണം നമുക്കത് പാടില്ലാത്തതാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പച്ചയായി പഠിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറഞ്ഞ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാക്ടിക്കലാക്കേണ്ട ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി പറഞ്ഞു കൊടുക്കുന്നു. അതാണ് തൊട്ടടുത്ത വചനം. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതെന്താണ്? 114-ാമത്തെ വചനം, വഅഖിമിസ് സ്വലാത തറഫൈൻ നഹാർ വസുലഫൻ മിനൽ ലൈൽ, വഅഖിമിസ് സ്വലാത തറഫൈൻ നഹാർ വസുലഫൻ മിനൽ ലൈൽ. പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയിലെ ആദ്യയാമങ്ങളിലും നീ നമസ്കാരം, സ്വലാത്ത് നിർവഹിക്കേണ്ട വിധം നിർവഹിച്ചു കൊണ്ടിരിക്കണം. അതാണ് നിങ്ങളുടെ പവർ. ആ സ്വലാത്താണ് നിങ്ങളുടെ പവർ. നമസ്കാരമാണ് നിങ്ങളുടെ പവർ. ആ പവർ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. രാഷ്ട്രീയമായ പ്രതിസന്ധികൾ വന്നാലും പരിഹാരമുള്ളത് നമസ്കാരത്തിലാണ് എന്നാണ് അല്ലാഹു തആല നമ്മളോട് ഇവിടെ പറഞ്ഞു തരുന്നത്. നമസ്കാരത്തിലാണ് പരിഹാരമുള്ളത്. നമസ്കാരമാണ് പ്രശ്നത്തിന്റെ പരിഹാരം. അതുകൊണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അത് കാണിച്ചു തന്നു. പ്രതിസന്ധികൾ വന്നപ്പോഴൊക്കെ തിരുമേനി ഓടിച്ചെന്ന് നമസ്കരിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. എന്നിട്ട് പറഞ്ഞു, ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ തെറ്റുകളും തിന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും, നിങ്ങൾ നന്മകൾ ചെയ്യുക. ആ നന്മകൾ തിന്മകളെ ഇല്ലാതാക്കും. അതാണ് ചിന്തിച്ച് ഗ്രഹിക്കുന്ന ആളുകൾക്ക് പറയാനുള്ള ഉത്ബോധനം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല
ഒരു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട, മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രതിസന്ധികളുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ട പിടിച്ചു നിൽക്കാനുള്ള അടിസ്ഥാനപരമായ ഒരായുധത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഒരു ആയുധമാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് സഹോദരന്മാരെ. അതുകൊണ്ടാണ് വസ്തഈനു ബിസ്സബരി വസ്സലാ പറഞ്ഞല്ലോ. നിങ്ങൾ ഒരു ആയുധമായാണ് സ്വലാത്ത് ഉപയോഗിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആയുധമാണ്, ശക്തിയുള്ള ഒരു ആയുധം. അള്ളാഹുമായുള്ള സിലത്താണല്ലോ, ബന്ധച്ചേർക്കലാണല്ലോ സ്വലാത്ത്. അത് നമുക്കുള്ളൊരു ആയുധമാണ്. അതാണ് പ്രവാചകനെ പഠിപ്പിച്ചത്. അവസാനിക്കുകയാണ് ഈ സൂറത്ത്. അവസാനിക്കുന്നതിന് മുമ്പ് മറ്റൊരു ഉപദേശം, സ്വലാത്തിന്റെ കൂടെ, പ്രവർത്തനത്തിന്റെ കൂടെ മറ്റൊരു പ്രവർത്തനമായി ഉണ്ടായിരിക്കേണ്ടത്, നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യാൻ, മുസ്ലിം ഉമ്മത്തിന് ശക്തി കൊടുക്കാൻ, മുസ്ലിം ഉമ്മത്തിന് ശാക്തീകരണം ലഭിക്കാൻ എന്ത് വേണം? വസ്ബിർ. വസ്ബിർ. അതാണ് 115-ാമത്തെ വചനം. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പ്രവാചകന്മാരുടെ മുഴുവൻ കഥ പറഞ്ഞു കൊടുത്തിട്ടാണ് അല്ലാഹു തആല റസൂലിനോട് പറയുന്നത്, വസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. നീ സബ്ർ കാണിക്കണം, നീ സബ്ർ കാണിക്കണം. ഒരിക്കലും ബേജാറാകരുത്, ഒരിക്കലും ക്ഷമ വിട്ടുകളയരുത്, ഒരിക്കലും അസ്വസ്ഥനാകരുത്. കാരണം ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, അല്ലാഹു ഒരിക്കലും നല്ലവരുടെ സുകൃതം, നല്ലവരുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയില്ല. നിങ്ങൾ ഒരിക്കലും ബേജാറാകരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നോക്കൂ, ഇതൊക്കെ പറയുമ്പോ ഈ കഥയും ഈ പാഠവും ഈ പ്രാക്ടിക്കൽ സൈഡും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് 120-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു മുഹമ്മദ് നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്തിനായിരുന്നു ഈ കഥകളൊക്കെ പറഞ്ഞു തന്നത് എന്ന്. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക وجاءك في هذه الحق وموعظة وذكرى للمؤمنين وكلا نقص عليك من أنباء الرسل. പ്രവാചകന്മാരുടെ വൃത്താന്തങ്ങളിൽ നിന്ന് ഇത്രയും നാം നിനക്ക് പറഞ്ഞത് എന്തിനാ? മാനുസബ്ബിതു ബിഹി ഫുആദക്, നിന്റെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകാൻ വേണ്ടിയാണ്, നിന്റെ ഹൃദയത്തിന് സ്ഥൈര്യം കിട്ടാനാണ് നഖുസ്സു, നാം ഈ ഖിസ്സ നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നബിയെ. നമ്മൾ ആലോചിക്കൂ, അള്ളാഹുവിന്റെ സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം, വിശ്വാസികളോടുള്ള സ്നേഹം, ഇത് വായിക്കുമ്പോൾ നമുക്കും തോന്നുന്നില്ലേ? നമുക്ക് കിട്ടുന്നില്ലേ? നമ്മളിപ്പോ അനുഭവിക്കുന്നതോ കാണുന്നതോ കേൾക്കുന്നതോ ഒന്നും യഥാർത്ഥത്തിൽ ഒന്നും അല്ലല്ലോ ഇത് കേട്ടാൽ. അതുകൊണ്ട് ഈ കഥ ആവർത്തിച്ചു വായിക്കണം, മുസ്ലിം ഉമ്മത്ത് ആവർത്തിച്ചു വായിക്കണം. ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് വിളിച്ചു പറയുകയല്ല വേണ്ടത്, ഞങ്ങൾ പിന്നോക്കക്കാരാണെന്ന് വിളിച്ചു പറയുകയല്ല വേണ്ടത്. മറിച്ച് നാം ചെയ്യേണ്ടത് ഖുർആനിലേക്ക് മടങ്ങണം. ഖുർആനിൽ ഇതിനേക്കാൾ കടുപ്പമുള്ള പീഡനങ്ങൾ, മുസ്ലിം ഉമ്മത്ത് പീഡനങ്ങൾ അനുഭവിച്ച കഥ പറയുന്നുണ്ട്. പടച്ചറബുമായി ഹോട്ട് ലൈൻ ബന്ധമുണ്ടായിരുന്ന പ്രവാചകന്മാർ ജീവിച്ചിരിക്കെ ആ പ്രവാചകന്മാരിൽ വിശ്വസിച്ച അനുയായികൾ, അനുചരന്മാർ, സഹാബത്ത് അനുഭവിച്ച പീഡനത്തിന്റെ ചരിത്രമാണ്. എന്തിനാ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്? മാനുസബ്ബിതു ബിഹി ഫുആദക്, മാനുസബ്ബിതു ബിഹി ഫുആദക്. നിങ്ങൾക്ക് സ്ഥൈര്യം കിട്ടണം, ധൈര്യം കിട്ടണം, പതറാൻ പാടില്ല. മുസ്ലിം ഉമ്മത്ത് പതറേണ്ടവരല്ല. വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വമൗഇളതുൻ വദിക്റാ ലിൽ മുഅ്മിനീൻ. ഇതിലൂടെ, ഈ കഥ പറഞ്ഞു തരുന്നതിലൂടെ യഥാർത്ഥ വിവരവും സത്യവിശ്വാസികൾക്ക് കിട്ടേണ്ട സതുപദേശവും ഉത്ബോധനവുമാണ് ഇതിലുള്ളത്. ഇതാണ് ഹക്കാണ് ഇതിലുള്ളത്, യഥാർത്ഥ വിവരം. ലോകത്തിന്റെ ചരിത്രം ഇത്ര കൃത്യമായി പറയാൻ മറ്റാർക്കും സാധ്യമല്ല. 2, ഏറ്റവും നല്ല ഉപദേശമാണ്. 3, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഉത്ബോധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദ് അതിശക്തമായി സ്ഥാപിച്ചുകൊണ്ട് 123-ാമത്തെ വചനം പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിക്കട്ടെ. നോക്കൂ, നമ്മൾ പറഞ്ഞല്ലോ ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ 1, 2, 3 123 വചനങ്ങളാണ്. 123-ാമത്തെ വചനം അത്ഭുതകരമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം അള്ളാഹു സ്ഥാപിക്കുന്നത് എന്താ? വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ് വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു ഫഅബ്ദുഹു വതവക്കൽ അലൈഹി വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നോക്കൂ, അവസാനിപ്പിക്കുന്നത് തൗഹീദിലാണ്. അതാണ് ഇസ്സത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ ഗൈബ്, അതിന്റെ യാഥാർത്ഥ്യം, അതെന്താണെന്നുള്ള അറിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, ആർക്കും അറിയില്ല. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്, ആരും വലുതാകണ്ടെന്നർത്ഥം.
വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, അവന്റെ അടുത്തേക്കാണ് എല്ലാ കാര്യങ്ങളും മടക്കപ്പെടുക. അള്ളാഹുവിന്റെ അടുത്തേക്കാണ് എല്ലാ കാര്യങ്ങളും മടക്കപ്പെടുക. എത്ര ചാടിയാലും, എത്ര തുള്ളിയാലും, എത്ര ശക്തിയുള്ളവനാണെന്ന് പറഞ്ഞാലും, എത്ര സ്വാധീനമുള്ളവനാണെന്ന് പറഞ്ഞാലും അവസാനം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. നോക്കൂ, അതുകൊണ്ട് എന്ത് വേണം നബിയെ? ഫഅ്ബുദുഹു. നമ്പർ 1, ഫഅ്ബുദുഹു, നിങ്ങൾ അവന് ഇബാദത്ത് ചെയ്യണം. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. ഇബാദത്താണ് അടിസ്ഥാനം. വിശ്വാസിയുടെ കരുത്ത് ഇബാദത്താണ്. 2, വതവക്കൽ അലൈഹി, വതവക്കൽ അലൈഹി, ആ അള്ളാഹുവിൽ നിങ്ങൾ തവക്കുൽ ചെയ്യണം, മരമേൽപ്പിക്കണം. ഇബാദത്ത് ചെയ്ത് തവക്കുൽ ചെയ്താൽ നിങ്ങൾക്ക് ശക്തി കിട്ടും, ശാക്തീകരണം കിട്ടും. അതാ വേണ്ടത്. നമ്മൾ ഓരോ തെക്കുപേര് വിളിച്ചാലൊന്നും ശക്തി കിട്ടൂല കേട്ടോ. ആരും അങ്ങനെ കരുതണ്ട. അതുകൊണ്ടൊന്നും കിട്ടൂല. കിട്ടണമെങ്കിലുള്ള വഴി ഇതാണ്. ഫഅ്ബുദുഹു വതവക്കൽ അലൈഹി. നോക്കൂ, അള്ളാഹു സമാധാനിപ്പിക്കുന്ന അവസാനത്തെ വാചകം, വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ റബ്ബ് അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നോക്കൂ സഹോദരന്മാരെ, അല്ലാഹു തആല ഈ പ്രവാചകന്മാരെ സഹായിച്ചതുപോലെ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ എന്താകണം? നമ്മുടെ ഹൃദയവും നമ്മുടെ അകവും പുറവും ഒന്നാകണം. അതാണ് അല്ലാഹു പറയുന്നത്, വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ രക്ഷിതാവ് അശ്രദ്ധനല്ല എന്ന കടുപ്പമുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണം എന്ന്. സഹോദരങ്ങളെ, ഇതാണ് സൂറത്ത് ഹൂദ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനൊരു ഓട്ടപ്രദക്ഷിണം നടത്തിയതാണ്. സൂറത്ത് ഹൂദ് നിങ്ങളൊന്ന് മനസ്സിരുത്തി ഹൃദയം തുറന്നു വെച്ച് സൂറത്ത് ഹൂദ് വായിക്കണം. നമ്മൾ ഓടുക ചെയ്തത്, ഓടിപ്പോവുകയാണ് ചെയ്തത്. നോക്കൂ എത്ര മനോഹരമാണ് ഇത്. ഓടിയിട്ട് പോലും നമുക്ക് എന്തൊക്കെ കിട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓടുകയാണ്. അമ്പിയാക്കന്മാർ നൂഹ് മുതൽ അവസാനം മൂസ അലൈഹിമുസ്സലാം വരെയുള്ള അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിലൂടെ ഓടി അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുമ്പിൽ ആ ചിത്രമൊന്നിങ്ങനെ വരച്ചു കൊടുത്തു. എന്നിട്ട് നബിക്ക് നൽകേണ്ട 121, 122 ആരും മറന്നുപോകരുത്. കടുപ്പമുള്ള 3 ഉപദേശങ്ങൾ, അതികടുപ്പമുള്ള 3 ഉപദേശങ്ങൾ. അതിൽ അവസാനത്തെ ഉപദേശം ഏറ്റവും കടുപ്പമുള്ളതാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആളുകളുമായി, ഇസ്ലാമിന്റെ ശത്രുക്കളുമായി, ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നവരുമായി, ഇതിന്റെ ആദർശ വിരോധികളുമായി രാജിയാവുക എന്ന വിഷയം മുസ്ലിമേ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ദുർബലത നിങ്ങൾക്ക് സംഭവിക്കരുത്. അങ്ങനെ ഒരു ദുർബലത നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ 2 കാര്യം ചെയ്യണം. 1, നിങ്ങൾ സ്വലാത്ത് നിർവഹിക്കേണ്ട വിധം നിർവഹിക്കണം. 2, നിങ്ങൾ നന്നായി സബർ കാണിക്കണം. നിങ്ങൾ ആലോചിച്ചു, എന്തായിരിക്കണം മുഹമ്മദ് മുസ്തഫ തങ്ങൾ വേദനിച്ചു പോയത്? അദ്ദേഹത്തിന്റെ മുടി നിരക്കാൻ മാത്രം അദ്ദേഹം പരവശനാകാനുള്ള കാരണമെന്ത്? ഈ ശക്തമായ ചരിത്രമാണ്. ഇതാണ് ദീനിന്റെ ചരിത്രം, ഇതാണ് ദഅവത്തിന്റെ ചരിത്രം. എനിക്കും ഇതാണല്ലോ വരാനുള്ളത്, ഇതാണല്ലോ എനിക്കും സംഭവിക്കുക. ആരാ എനിക്കും എന്ന് പറഞ്ഞാൽ? അഷ്റഫുൽ ഖൽഖ്. ഇതിന് നമ്മളെ കഥ എന്തായിരിക്കും? അതുകൊണ്ട് സാധനന്മാരെ, ഖുർആനെ തദബ്ബുർ ചെയ്യുക. നമ്മൾ ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂൽ ഹൂദ് സൂറത്ത് വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുടി നരച്ചു പോയിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, ഹൂദ് സൂറത്ത് വായിക്കുമ്പോൾ നമ്മളൊന്ന് മുടി നരച്ചിട്ടില്ലെങ്കിലും ചെറിയൊരു വിറയെങ്കിലും വരണ്ടേ? നമുക്കൊരു വിറയല് വരണ്ടേ? ഉമ്മത്തിന്റെ ചരിത്രം ഇതാ, മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം ഇതാ. ഒരിക്കലും സുഖശീതള ഛായയിൽ കിടന്നുറങ്ങുന്ന ചരിത്രമല്ല ഉമ്മത്തിന്റെ ചരിത്രം. നമുക്ക് ഇൻഷാ അല്ലാഹ് വിശ്രമവും സുഖവും ഒക്കെ ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ അത് സ്വർഗത്തിലാണ്, ഇവിടെയല്ല. അല്ലാഹു തആല ആ സ്വർഗം നൽകി നമ്മയൊക്കെ ആദരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.